അനന്തപിള്ള എന്തിനാടാ നമ്മുടെ കളത്തിൽ കയറി കളിക്കുന്നേ? നമ്മുടെ ഗ്രൗണ്ടിൽ ഇറങ്ങാൻ ഈ മലവിഴിക്ക് ആരാടാ അനുവാദം കൊടുത്തേ? അതിപ്പോ അയാളുടെ മുഖ്യ ശത്രുക്കൾ നമ്മളൊന്നും അല്ലല്ലോ അമ്മേ. അത് വല്യമാനും ഋതികയല്ലേ. എന്താ ഇത്? ഇയാള് കളക്ടറുടെ ഗുണാണ്ടറാണ് അത്രേ. ഏതാണ്ട് പാൽപ്പൊടിയുടെ നോട്ടീസും കൊണ്ടുവന്നിരിക്കുന്നു. സർ, എന്താ സർ, എന്താ പ്രശ്നം? പ്രശ്നം ഞാൻ ഇദ്ദേഹത്തോട് പറഞ്ഞതാ. ഒരു പ്രാവശ്യം കൂടെ പറഞ്ഞേക്കാം. ഞാൻ വന്നത് കളക്ടറുടെ ഓർഡർ പ്രകാരമാണ്. ഈ വീട് ഗുണ്ടായുസം കൊണ്ടും ബലപ്രയോഗം കൊണ്ടും നിങ്ങൾ പിടിച്ചെടുത്താണെന്ന് കളക്ടർക്ക് പരാതി കിട്ടി. പിന്നെ ആ പരാതി ജെനുവിൻ ആയതുകൊണ്ട് ഈ വീട് അതിന്റെ ഉടമസ്ഥന് വിട്ടുകൊടുക്കാനാണ് ഓർഡർ. വീട് വിട്ടുകൊടുക്കാനോ? വസ്തു രജിസ്റ്റർ ഓഫീസില് രജിസ്റ്റർ ചെയ്ത് വാങ്ങിച്ചതാ, പണം എണ്ണി കൊടുത്തിട്ട്. അത് പിടിച്ചു വാങ്ങിച്ചതാണെന്നോ? ആരാ ഈ പരാതി തന്നെ? ആ നോട്ടീസ് അങ്ങ് കീറിക്കളഞ്ഞേ. നോട്ടീസ് കീറിയാൽ നിങ്ങൾ നിയമ നടപടി നേരിടേണ്ടി വരും. ഇതൊക്കെ എന്ത് നിയമം ഇവിടെ? കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ, അതാ ഇപ്പൊ ഇവിടുത്തെ അവസ്ഥ. കാട്ടിലെ നിയമം. എന്റെ സുഹൃത്തുക്കളെ, നിങ്ങൾക്കുള്ള പരാതി കളക്ടറോട് നേരിട്ട് പറയൂ. ഞാൻ എന്റെ ജോലി ചെയ്തു, അത്രേ ഉള്ളൂ. ഫൈറ്റ് തുടരാനാണല്ലോ ഋതു അവരുടെ പ്ലാൻ. അവരത് തുടരട്ടെ രാജു. ഏതായാലും നമ്മൾ തോൽക്കില്ല. നമുക്കിതിപ്പോ തന്നെ അച്ഛനോട് പറയാം. അങ്കിളനാഥമേ പേടിക്കണ്ട കേട്ടോ. നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിയ വീടും പറമ്പും നമുക്കുള്ളതാ. രാജുവാ. ഇതുപോലത്തെ ഭൂമി കുലുക്കമായ എനിക്കിഷ്ടം. എല്ലാരെയും വിറപ്പിക്കുന്ന ഭൂകമ്പം. ഇപ്പോഴും നിന്റെ മുഖത്ത് ആ ദുഃഖം ബാക്കി നിൽപ്പുണ്ട്. നീ എന്തിനെങ്ങനെ വിഷമിക്കുന്നേ? ആരെന്ത് ചെയ്താലും നമുക്ക് സംഭവിക്കാനുള്ളത് സംഭവിച്ചു. അങ്ങനെ കരുതിയാ പോരെ? ഇന്നലെ ഹരീഷ് കുഞ്ഞില്ലാതായതിന്റെ സങ്കടവും ദേഷ്യവും എനിക്ക് അവരോട്. എന്തായാലും എന്നെ പ്രസവിച്ച സ്ത്രീയല്ലേ അവര്. പോട്ടെ ശ്രീലക്ഷ്മി, വാ. അവർക്ക് ചില ഉദ്ദേശങ്ങളുണ്ടായിരുന്നു, അവരത് നടപ്പിലാക്കി. ദേ നോക്കേ, അവർ ആഹാരത്തില് കെമിക്കൽ ചേർത്ത് തന്നു. നമ്മളൊരിക്കലും കണ്ടിട്ട് പോലും ഇല്ലാത്ത നമ്മുടെ കുഞ്ഞില്ലാതായതിനു പകരം നിനക്കെന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ? നീ ഇല്ലാതായ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം? ആ ചാപ്റ്റർ ക്ലോസ്. ആ കറുത്ത ദിവസങ്ങൾ കടന്നുപോയി. നീ ഒന്ന് ചിരിച്ചേ. ചിരിക്കേ. എന്തായാലും അക്കാര്യത്തില് ദൈവം നമ്മളെ വല്ലാണ്ട് വിഷമിപ്പിച്ചെങ്കിലും മറ്റൊരു കാര്യത്തില് ദൈവം നമുക്ക് വലിയൊരു സന്തോഷം തന്നില്ലേ? ആ ഒരു ഒറ്റ ഇൻസിഡന്റ് കൊണ്ട് അമ്മ നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നു. ജീവന അമ്മയ്ക്ക് നിന്നെ. ശരിയാ ഹരീഷേ, സത്യത്തിൽ ഞാനും അത്ഭുതപ്പെടുക. ഒരമ്മയുടെ സ്നേഹം ഞാൻ അനുഭവിക്കുന്നത് ഇവിടുത്തെ അമ്മയിലൂടെയാ. ഈ അമ്മ ഇത്രയും നല്ലൊരു അമ്മയായിരുന്നു എന്ന് ഞാൻ ഈ ദിവസങ്ങളിൽ തിരിച്ചറിയുന്ന. അച്ഛൻ ഇവിടെ ഇല്ലാത്തോണ്ടായിരിക്കാം അമ്മ ആകെ മാറിപ്പോയി. ഇത്ര തങ്കപ്പെട്ട സ്വഭാവമാണ് എൻ്റെ അമ്മയ്ക്കെന്ന് ഇപ്പോഴാണ് ഞാനും തിരിച്ചറിയുന്നത്. നമുക്ക് കഴിഞ്ഞതെല്ലാം മറക്കാം, സ്നേഹിച്ച് സ്നേഹിച്ച് ജീവിക്കാം. ഹരീഷേ, എടാ മോനെ ഹരീഷേ, ഡാ ഹരീഷേ, ഡാ മോനെ, രാധമ്മയുടെ വീടിന്റെ ഭിത്തിയിലെ കളക്ടർ ഓർഡർ ഒട്ടിച്ചെന്ന്. 10 ദിവസത്തിനകം വീട് നമുക്ക് വിട്ടുതരണമെന്നാ കളക്ടറിന്റെ ഓർഡർ.
എന്താ എന്തു പറ്റി? അത് അല്പം മുൻപ് ഒരു കാര്യം ഉണ്ടായച്ച. എന്ത് കാര്യം? ഞാനിത് നേരത്തെ പ്രതീക്ഷിച്ചതാ. ഇനിയിപ്പോ എന്ത് ചെയ്യുവച്ച? നീതിയും ന്യായവും നമ്മുടെ ഭാഗത്തായതുകൊണ്ട് ആത്യന്തിക വിജയം നമുക്ക് തന്നെയായിരിക്കും. എന്തായാലും നമുക്ക് നേരിടാം. പിന്നെ ഇപ്പോ അധികാരവും ഭരണവും അവർക്കാണ്. അവർ അന്വേഷിച്ച് വേണ്ടത് ചെയ്യട്ടെ. എന്തായാലും നമ്മളാരും തൂക്കിക്കൊല്ലാനൊന്നും പോകുന്നില്ലല്ലോ. നിങ്ങൾ സമാധാനമായിട്ടിരിക്കുക. സത്യം പറഞ്ഞാലേ എനിക്ക് ഈ കാര്യത്തിൽ സന്തോഷം തന്നെയാ. പക്ഷേ ഈ ആനന്ദപിള്ള എന്തിനാടാ നമ്മുടെ കളത്തിൽ കയറി കളിക്കുന്നേ? നമ്മുടെ ഗ്രൗണ്ടിൽ ഇറങ്ങാൻ ഈ മലവിഴിക്ക് ആരാടാ അനുവാദം കൊടുത്തേ? അതിപ്പോ അയാളുടെ മുഖ്യ ശത്രുക്കൾ നമ്മളൊന്നും അല്ലല്ലോ അമ്മേ. അത് വല്യമാനും ഋതികയല്ലേ. ഈ ആനന്ദപിള്ളേ നമുക്കിട്ടി പണി തന്ന് നമ്മളെ എന്തിനാ അകറ്റി നിർത്തുന്നതെന്ന് എനിക്ക് മനസ്സിലാവാത്തെ. ഞാൻ ദുബായ് പോലീസിന്റെ പിടിയിലാകാതെ രക്ഷപ്പെട്ട് താണ്ടി വന്നത് എന്റെ ഭാഗ്യം. ദൈവമേ, അതൊന്നും ഇവരാരും അറിയരുതേ. ഓ, മിസൈൽ വന്നു വീണ്. അയ്യോ അയ്യോ, ഇവനാ നെറികെട്ട രൂപണിയുടെ തലതെറിച്ച മോനല്ലേ ഓന്തും കുഞ്ഞു. ഇവനെന്നാ ഈ പടക്കക്കട തുടങ്ങിയത്? കൊള്ളാലോ. ഭാര്യയും ഭർത്താവും കൂടെയാണോ പടക്കക്കച്ചവടം നടത്തുന്നത്? ഇൻഷാ അല്ലാഹ് മരപ്പട്ടിക്ക് മുള്ളം പന്നി കൂട്ട്. ഇതെന്താ ഇവിടെ എന്നാണോ വിഷു? അത് ആശാന്റെ പുന്നാര മോളും 1.5 മരുമോനുമാണ്.